യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ നോട്ട് ടുമാറോ. നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നാളെയല്ല. അതായത് ഇന്നത്തെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം പാഴാക്കരുത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. കോർപ്പറേഷനിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേസ് കാർഡ്. എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ടോപ്പായിട്ടുള്ള അപ്പെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെഡറേഷൻസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ഈ എക്സ്പാൻഷൻ. അപ്പോൾ കേസ് കാർഡ്, കെ എന്ന് പറയുന്നത് കേരള, എസ് എന്താണ് സ്റ്റേറ്റ്, സി കോപ്പറേറ്റീവ്, എ അഗ്രികൾച്ചർ, പിന്നൊരു ആൻഡ് നിങ്ങൾ ചേർക്കുക, ആർ എന്താണ് റൂറൽ, ഡി ഡെവലപ്മെൻറ്റ്, ബി എന്താണ് ബാങ്ക്. അങ്ങനെ കേസ് കാർഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് നോക്കാം. വിഷൻ എന്താണ്? വിഷൻ എന്ന് പറയുന്നത് കാഴ്ചപ്പാടല്ലേ. അവർ വിഷൻ ഈസ് ടു ബി എ പ്രീമിയർ ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ ഫെസിലിറ്റേറ്റിംഗ് സസ്റ്റെയിൻഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മുടെ കേരള ബാങ്കിൻ്റെ വിഷനാണ് ചോദിക്കുന്നത്. എന്താണ് വിഷൻ പറയുന്നത്? ഒരു മുൻനിരയിൽ നിൽക്കുന്ന ബാങ്കാണ്, കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ബാങ്ക് ആവണം. അവരെന്താണ് സഹായിക്കുന്നത്? സുസ്ഥിരമായിട്ടുള്ള കാർഷിക ഗ്രാമ വികസനം. ഓക്കെ, അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെ ഒരു ദർശനം എന്ന് പറയുന്നത് അതാണ്. മുൻനിരയിൽ നിൽക്കുന്ന, നമ്മുടെ സഹകരണ മേഖലയിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബാങ്ക്, അവർ സുസ്ഥിരമായിട്ടുള്ള ഗ്രാമ അല്ലെങ്കിൽ കാർഷിക ഗ്രാമ വികസനമാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. വിഷൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാം മിഷൻ. അവരുടെ ദൗത്യം എന്താണ്? Our mission is to promote comprehensive agriculture and rural development by providing financial services through members, aiming sustainable growth of its members and institution building. ഇവിടെയും അവരൊരു സുസ്ഥിരമായിട്ടുള്ള വളർച്ചയാണ്, മെമ്പേഴ്സിൻ്റെ അംഗങ്ങളുടെ ഒരു വളർച്ചയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങും ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരിവിടെ എന്താണ് ഇവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്? മെമ്പേഴ്സിലൂടെ അവരെന്ത് പ്രൊവൈഡ് ചെയ്യും? സാമ്പത്തിക സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? കാർഷിക ഗ്രാമ വികസനത്തിന് വേണ്ടിയിട്ട്. ഒരു സമഗ്രമായ ഒരു പദ്ധതിയാണ് ഇവരിലുള്ളത്. കാർഷിക ഗ്രാമ വികസനത്തിന് വേണ്ടിയിട്ട് അംഗങ്ങളിലൂടെ ഫിനാൻഷ്യൽ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതാണ് അവരുടെ മിഷൻ. അപ്പോൾ വിഷനും മിഷനും പഠിക്കുക. ഇനി നെക്സ്റ്റ് നോക്കൂ. നമുക്കിനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കേസ് കാർഡ് നോക്കാം. നമുക്കറിയാം കോപ്പറേറ്റീവ് സെക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നും. അതായത് വായ്പ കൊടുക്കുന്ന കോപ്പറേറ്റീവുകളും വായ്പ കൊടുക്കാത്തതും. ഈ വായ്പ കൊടുക്കുന്നവയിൽ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കും. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ്, പിന്നൊന്ന് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. ഇതിലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലാണ് എന്ത് വരുന്നത്? അപ്പെക്സ് ആയിട്ട് കേസ് കാർഡും അതിൻ്റെ ലോവർ ലെവലിൽ പ്രവർത്തിക്കുന്നത് PCRDBയും വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കോപ്പറേറ്റീവ് സെക്ടറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നും. ഇതിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. പിന്നെയും ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് നമുക്കറിയാം കാർഷിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വായ്പ കൊടുക്കുന്ന സൊസൈറ്റി ഇല്ലേ, അതിനെയാണ് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നും. അതിൽ വരുന്നതാണ് നമ്മുടെ കേസ് കാർഡും PCRDB. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതൊക്കെയാണ്? അപ്പെക്സ് വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, മിഡിൽ ലെവലിൽ വരുന്ന DCB, ലോവർ ലെവലിൽ വരുന്നത് പാക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു ഏത് സ്ട്രക്ചർ ആണെന്നുള്ളത് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന അപ്പെക്സ് ബാങ്ക് ആണ്. ഫസ്റ്റ് വൺ നോക്കൂ. ആസ് പെർ സെക്ഷൻ 2RA ഓഫ് KCS Act 1969, case card means Apex society having only PCRDB as its members and functioning in accordance with the provisions contained in the Case Card Act 1984. നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എവിടാണ് കേസ് കാർഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എവിടാണ്? സെക്ഷൻ 2RA. ഏതാണ്? സെക്ഷൻ 2RAയിലാണ് കേസ് കാർഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും ടോപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇവരുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് PCRDB മാത്രമാണ്. PCRDB എന്താണെന്ന് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. PCRDB മാത്രമാണ് മെമ്പർ. ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്നത് കേസ് കാർഡ് ആക്ട് 1984 പ്രകാരമാണ്.
അപ്പോൾ കേസ് കാർഡ് ആക്ടിൻ്റെ വർഷം പഠിക്കണം 1984. ഓക്കെ, ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ്? രജിസ്റ്റേർഡ് ഇൻ October 4, 1956. 1956 ഒക്ടോബർ 4 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. നമ്മുടെ കേരളത്തിലെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ പെടുന്ന അപ്പെക്സ് ബാങ്കാണ് എന്ത്? നമ്മുടെ കേസ് കാർഡ്. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാല വായ്പ കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. നമുക്കറിയാം ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ കേസ് കാർഡ് ബാങ്ക് ഉണ്ട്. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ദീർഘകാല വായ്പ കൊടുക്കുന്ന, കർഷകർക്ക് ദീർഘകാല വായ്പ കൊടുക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ഒരു ബാങ്കാണ് എന്ത്? നമ്മുടെ കേസ് കാർഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരമാണ്. 14 റീജിയണൽ ഓഫീസസ് ഉണ്ട്. എത്രയാണ്? 14 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നാൾ വഴികൾ, എങ്ങനെയാണ് ഇത് ഒരു കേസ് കാർഡ് ബാങ്ക് ആയത് എന്നുള്ളത് പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് പല വർഷങ്ങളും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ. 1931 ലാൻഡ് മോർഗേജ് ബാങ്ക്, ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ട്രാവൻകൂർ റീജിയൻ. അപ്പോൾ ട്രാവൻകൂർ റീജിയനിൽ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക്, ഭൂപണയ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാൻഡ് മോർഗേജ് ബാങ്ക് 1931 വന്നു. അത് കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്തു, രൂപീകരിച്ചു. പിന്നെ അതിനുശേഷം 1956 ഒക്ടോബർ 4 ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കും ഭൂസ്വത്ത് ജാമ്യ ബാങ്കും, ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് 1938 പിന്നീട് ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് 1931 ഇവർ രണ്ടും കൂടെ മെർജ് ചെയ്തു, ലയിച്ച് എന്തായി മാറി? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കായി. അതായത് ഇപ്പോഴത്തെ കേസ് കാർഡ് നമ്മൾ പഠിച്ചു. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? ഒക്ടോബർ 4, 1956. അപ്പോൾ ഓർത്ത് വെക്കുക, 1931 എന്താണ്? ലാൻഡ് മോർഗേജ് ബാങ്ക് അല്ലെങ്കിൽ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക്, അതും പിന്നീട് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്, നമ്മുടെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കും കൂടെ ലയിച്ചിട്ട് എന്തായി മാറി? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കായിട്ട് മാറി. അതിൻ്റെ വർഷം, ഡേറ്റ് അടക്കം പഠിക്കുക, 1956 ഒക്ടോബർ 4. അതിനുശേഷം നോക്കൂ, 1956 നവംബർ 1 ഈ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ത് ചെയ്തു? അവരുടെ പ്രവർത്തനം ആരംഭിച്ചു, സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. 56 ഒക്ടോബർ 4 ഇവർ ലയിച്ചു. അതിനുശേഷം ആ വർഷം തന്നെ നവംബർ 1 അവരെന്ത് ചെയ്തു? അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം 4 വർഷത്തിന് ശേഷം കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് നിയമം പാസ്സാക്കി. അതിനുശേഷം അടുത്ത നോക്കൂ, ഓഗസ്റ്റ് 24, 1984 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് പാസ്ഡ് ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ്. പിന്നീട് 84 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട്, അതായത് കേസ് കാർഡ് ആക്ട് എന്ത് ചെയ്തു? നിലവിൽ വന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം 1985 the name of the apex and primary banks were changed into agricultural development bank. എല്ലാ അപ്പെക്സും പ്രൈമറി ബാങ്കുകളുടെയും പേര് മാറ്റി 85 മാറ്റിയിട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി. അതായത് ഈ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ, ഭൂപണയ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു നെഗറ്റീവ് സെൻസ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി കൊണ്ടുവന്ന് പണയം വെക്കുക, അതൊരു നെഗറ്റീവ് സെൻസ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റിയത്. അപ്പെക്സ് ആയിട്ടുള്ള എല്ലാ പ്രൈമറി ബാങ്കുകളുടെയും പേര് 1985 മാറ്റിയിട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി. അതിനുശേഷം 1990 മെയ് 11 ദ നെയിം ഓഫ് ദ ബാങ്ക് വാസ് ചേഞ്ച്ഡ് ഇൻ ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് ഇപ്പോഴത്തെ കേസ് കാർഡ്. അപ്പോൾ കേസ് കാർഡ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് നമ്മൾ പറഞ്ഞത്. രജിസ്റ്റർ ചെയ്തത് 1956 ഒക്ടോബർ 4 പക്ഷേ അന്ന് ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേരെന്തായിരുന്നു? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. നെഗറ്റീവ് സെൻസിൽ കിടക്കുകയായിരുന്നല്ലേ? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ്, പിന്നെയും ഭൂപണയ ബാങ്ക് എന്ന് പറഞ്ഞായിരുന്നു കിടക്കുന്നത്. പിന്നീട് അതിനുശേഷം 90 ഇവരെന്ത് ചെയ്തത്? 85 അപ്പെക്സ് ആയിട്ടുള്ള അപ്പെക്സും പ്രൈമറി ബാങ്കുകളുടെ എല്ലാം പേര് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെയും ഒരു 5 വർഷത്തിന് ശേഷം പിന്നീട് എന്താക്കി? ഈ നമ്മുടെ കേസ് കാർഡ് ബാങ്കിൻ്റെ പേര് ഇപ്പോഴത്തെ പേരെന്താണോ അതേപോലെ ആക്കി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി.
ഇതാണ് ഇതിൻ്റെ ഒരു നാൾ വഴി. ഇതിൽ നിന്നും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിക്കാം. എന്നാണ് ഇവർ രണ്ടുകൂടെ ലയിച്ച് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആയതെന്ന് ചോദിക്കാം. എന്നാണ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ നാൾ വഴികൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, 2 സോണൽ ഇൻസ്പെക്ഷൻ ഓഫീസ് ഇൻ നോർത്ത് ആൻഡ് സൗത്ത്. നോർത്തിലും സൗത്തിലും 2 സോണൽ ഇൻസ്പെക്ഷൻ ഓഫീസുണ്ട്. പിന്നീട് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എറണാകുളത്ത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമ്മുടെ കേസ്കാടിന്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ITM എറണാകുളം. അപ്പം നമ്മുടെ കേസ്കാടിൻ്റെ എറണാകുളത്തുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. നമുക്ക് അറിയാം, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് കൊടുക്കാനാണെന്ന് അറിയാം അല്ലേ. Earlier known as the Staff Training Center started its function on 1975. മുൻകാലത്ത് ഇത് അറിയപ്പെടുന്നത് സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്റർ എന്നായിരുന്നു. ഇവരുടെ പ്രവർത്തനം ഇവർ ആരംഭിച്ച് തുടങ്ങിയത് ഏത് വർഷമാണ്? 1975. ഇറ്റ് ഈസ് എ പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ടു ദ ഒഫീഷ്യൽസ് ആൻഡ് നോൺ ഒഫീഷ്യൽസ് ഓഫ് കേസ്കാട്. ഇതെന്ന് പറയുന്നത് കേസ്കാഡിലെ ഒഫീഷ്യൽസിനും നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ളവർക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. And PCRDB is with an objective of imbibing knowledge through professional outlook and approach. അതായത് നമുക്ക് കേസ്കാഡിനും PCRDBയുടെയും ഒഫീഷ്യൽസിനും നോൺ ഒഫീഷ്യൽസിനും ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്യുക? ഒരു പ്രൊഫഷണൽ ലുക്ക് വരാനും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എല്ലാ കാര്യങ്ങളിലും, മനസ്സിലായില്ലേ? ഒരു പ്രൊഫഷണലായിട്ട് കുറച്ചും കൂടി പ്രീമിയർ ബാങ്ക് അല്ലേ, അപ്പോൾ ആ ഒരു ടൈപ്പ് അപ്രോച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ നോളജ്, അവർക്ക് കൂടുതൽ അറിവ് പകരുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്ന ട്രെയിനിങ് സെൻറ്ററാണ് ഇത്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ITM. ഇതിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1975 കേസ്കാഡിനും നമ്മുടെ PCRDB ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ബാങ്കാണ് കേസ്കാഡ്, ലോവർ ലെവലിൽ പ്രവർത്തിക്കുന്ന PCRDB. അപ്പോൾ ഇവർക്ക് ഈ 2 കൂട്ടരുടെയും ഒഫീഷ്യൽസിനെയും നോൺ ഒഫീഷ്യൽസിനും ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ITM. അപ്പോൾ ITM ആരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറായിട്ടുള്ള കേസ്കാഡിൻ്റെയും PCRDBയുടെയും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് നോക്കൂ, ദ ITM ഈസ് എ CPEC അക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫങ്ഷനിങ് വിത്ത് ദ അൺസ്റ്റിൻഡ് സപ്പോർട്ട് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ വളരെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു CPEC അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ITM എന്ന് പറയുന്നത്. പിന്നെ നോക്കൂ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ബാങ്ക് കംപ്രൈസസ് ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മുടെ കേസ്കാഡ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫുൾ എൻറ്റയർ സ്റ്റേറ്റാണ്. അപ്പെക്സ് ആയതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഈ നമ്മുടെ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കേസ്കാഡ് ബാങ്ക്. പിന്നെ നോക്കൂ, കേസ്കാഡ് ബാങ്കിൻ്റെ മറ്റൊരു തരത്തിലുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേസ്കാഡ് ബാങ്ക് ഈസ് എ സ്റ്റേറ്റ് ലെവൽ ഏജൻസി. സ്റ്റേറ്റ് ലെവൽ ഏജൻസിയാണ്. ഫോംഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ്, സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഫോർ പ്രൊവൈഡിങ് ലോങ് ടേം ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ഫോർ ഡെവലപ്പിംഗ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമുക്കറിയാം, കാർഷിക ഗ്രാമവികസനം അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേസ്കാഡ് ബാങ്കിനുള്ളത്. ലോങ് ടേം ക്രെഡിറ്റ് ആണ്, അത് ഓർക്കുക. ലോങ് ടേം, ദീർഘകാല വായ്പയാണ് കൊടുക്കുന്നത്. ഓക്കെ.